അപ്പം മറ്റൊരു കാര്യം കൂടെ, ഈ രാഷ്ട്രീയത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട, ഒരുപാട് അധ്വാനിക്കുന്ന ഒരുപാട് മികച്ച നേതാക്കളുണ്ട്. അപ്പം നിങ്ങളുടെ കാലയളവിൽ വന്നത്, നിങ്ങൾക്ക് മുമ്പ് വന്നതൊക്കെ ഉണ്ട്. രാഷ്ട്രീയത്തിൽ ആ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ ചില ഒരു ഭാഗ്യത്തിൻ്റെ ഘടകം കൂടി പ്രധാനമാണ്. അപ്പോൾ ചിലർക്ക് അവസരങ്ങൾ കൃത്യസമയത്ത് കിട്ടും, ചിലർക്ക് കിട്ടില്ല, ചിലർക്ക് നേരത്തെ കിട്ടുമൊക്കെ. യഥാർത്ഥത്തിൽ റോജിയെ സംബന്ധിച്ച്, റോജിക്ക് ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിൽ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചു വന്നാണെങ്കിലും NSUവിൻ്റെ ഭാരവാഹിയാകാൻ കഴിഞ്ഞു. ആ സമയത്ത് JNUവിൻ്റെ സമരം വരുന്നു. JNU സമരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ JNUവിലെ ഒരു നേതാക്കളെ കേരളത്തിൽ അങ്ങനെ അത്രത്തോളം ബൂസ്റ്റ് ആവേണ്ടതില്ല. അങ്ങനെ വലിയൊരു ഇത് വരുന്നു. ആ സമയത്താണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അങ്കമാലിയിൽ എന്തായാലും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ഭാഗ്യത്തിൻ്റെ ഘടകം കൂടി. അത് ഒന്നാമത്തെ, ഇപ്പോൾ ആദ്യം ജയിച്ചു കഴിഞ്ഞാൽ ആദ്യ തവണ UDF സർക്കാർ വരികയാണ്. അപ്പോൾ ആ സർക്കാരിൽ തന്നെ മന്ത്രിസ്ഥാനവും കിട്ടുന്നു. ആ ഒരു ഭാഗ്യത്തിൻ്റെ ഘടകം കൂടി ഉണ്ടായിരുന്നു. അല്ല, ഞാൻ അതാ പറഞ്ഞു, ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ പലതും നമുക്ക് വന്നു ചേർന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് ഭാഗ്യമെന്നോ അല്ലെങ്കിൽ അതിനെ ഏത് വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മുടേതായിട്ടുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരുപക്ഷെ നമുക്ക് അതിനേക്കാൾ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കിരൺ പറഞ്ഞതുപോലെ NSU ഞാൻ ഹൈബി ഈഡൻ NSU പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറുമ്പോൾ അന്ന് ഞാൻ സ്വാഭാവികമായും ഞാൻ പ്രസിഡന്റ് ആകുമെന്നാണ് കരുതിയിരുന്നത് എല്ലാവരും. പക്ഷെ അന്ന് എനിക്ക് ആദ്യം ആ അവസരം കിട്ടിയില്ല. അന്ന് രോഹിത് ചൗധരി എന്ന് പറയുന്ന ഡൽഹിയിൽ നിന്നുള്ള ഒരാളാണ് പ്രസിഡന്റ് ആവുന്നത്. അപ്പോൾ എനിക്കൊരു വിഷമമൊക്കെ ഉണ്ടായി. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ വൈസ് പ്രസിഡൻ്റായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോയി. പിന്നീട് അദ്ദേഹം ആ സ്ഥാനത്തു നിന്ന് മാറുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു തീരുമാനം എടുക്കുകയാണ്, NSUI പ്രസിഡന്റിനെ നമുക്ക് തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്താമെന്ന്. ആദ്യമായിട്ടാണ് NSUI അഖിലേന്ത്യാ പ്രസിഡന്റിനെ തെരഞ്ഞെടുപ്പ് നടത്തി കണ്ടെത്തുന്നത്. അങ്ങനെ ഒരു തീരുമാനമുണ്ട്. അപ്പോൾ NSUI പ്രസിഡന്റിനെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രസിഡന്റുമാർ, സ്റ്റേറ്റ് പ്രസിഡന്റുമാരും NSUI ദേശീയ ഭാരവാഹികളുമാണ്. അപ്പോൾ ഈ മുഴുവൻ സ്റ്റേറ്റ് പ്രസിഡന്റുമാരും ദേശീയ ഭാരവാഹികളും കൂടി അവരുടെ ഇടയിൽ നടത്തിയ വോട്ടെടുപ്പിലാണ് ഞാൻ പ്രസിഡൻ്റായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് അതിന് മുമ്പ് നോമിനേറ്റ് ചെയ്തതല്ല, എനിക്ക് അതിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഒരു അവസരം എനിക്ക് ഒരു തെരഞ്ഞെടുപ്പിലൂടെ ലഭിച്ച് ഞാൻ പ്രസിഡൻ്റായി. പിന്നെ കിരൺ പറഞ്ഞതുപോലെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്കമാലിയിൽ താമസമായിരുന്നു. 2010 ഞാൻ അങ്കമാലിക്ക് അടുത്ത് താമസമാക്കിയതാണ്. ഞാൻ അങ്കമാലിയിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ അത് 10 വർഷമായിട്ട് LDFൻ്റെ കയ്യിലിരുന്ന ഒരു സീറ്റാണ്. അപ്പോൾ അതുപോലൊരു സീറ്റ് നമുക്ക് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി വരണമെന്നും അത് തിരിച്ചു പിടിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം അവിടുത്തെ UDFൻ്റെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കൊക്കെ ഉണ്ടായി. പിന്നെ ഒരു പുതുമുഖമായിരിക്കും നല്ലത് എന്ന് എല്ലാവരും അന്ന് അഭിപ്രായപ്പെട്ടു. അങ്ങനെ നമ്മൾ അന്ന് ചെറുപ്പത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, രാഹുൽ ഗാന്ധി അന്ന് നിർദ്ദേശിച്ച ഒരു യൂത്ത് ടീമിൻ്റെ കൂടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജൊക്കെ നമുക്ക് കിട്ടി. അങ്ങനെ അവിടെ UDFൻ്റെ പ്രവർത്തകർ, അവിടുത്തെ ജനങ്ങളൊക്കെ അത് ഏറ്റെടുത്തതുകൊണ്ട് നമുക്ക് 2016 നല്ലൊരു വിജയം, 10 വർഷമായിട്ട് LDFൻ്റെ കയ്യിലിരുന്ന ഒരു സീറ്റ് നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിച്ചു. അത് നമുക്ക് നല്ല രീതിയിൽ ഒരു അവസരം കിട്ടി. അതിനെ നല്ല രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് 10 വർഷം ശ്രമിച്ചത്. 2021 മത്സരിച്ചപ്പോൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ, 2016 കിട്ടിയതിനേക്കാൾ മികച്ച ഒരു ഭൂരിപക്ഷത്തിൽ 2021 വിജയിക്കാൻ സാധിച്ചു. നമ്മൾ ഇത്തവണ വന്നപ്പോൾ അതിനേക്കാൾ തിളക്കമാർന്ന ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ ഭാഗ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഭാഗ്യമുണ്ട് എന്ന് ഞാൻ പറയും. അതോടൊപ്പം ഇപ്പോൾ ഈ 3 തവണ തുടർച്ചയായി ജയിക്കുക, അതും ഓരോ തവണയും മികച്ച ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ അധ്വാനം, അതിനകത്ത് നമ്മുടെ ഒരു അധ്വാനമുണ്ട്, എല്ലാവരുടെയും സഹകരണമുണ്ട്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിനകത്ത് എൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അത് ശരിയാണ്. കാരണം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അർഹിച്ച സ്ഥാനങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. നമ്മളെക്കാൾ മിടുക്കരായിട്ടുള്ള, നമ്മളെക്കാൾ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള എത്രയോ ആളുകൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്, മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. എല്ലാവർക്കും ആ അവസരം എപ്പോഴും ലഭിക്കണമെന്നില്ല. അത് പല ഘടകങ്ങൾ ഇതിനകത്ത് ബാധകമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് ചില ഘട്ടങ്ങളിൽ ആ എല്ലാ ഘടകങ്ങളും നമുക്ക് അനുകൂലമായി വന്ന് നമുക്ക് കടന്നു വരാൻ സാധിച്ചു എന്നുള്ളത് അതൊരു ദൈവാനുഗ്രഹമാണ്, ഭാഗ്യമാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. എല്ലാവർക്കും അത് എല്ലായ്പ്പോഴും നടക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്.